ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരുപാട് ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സ്പെല്ലിംഗ് തെറ്റിപ്പോകുക എന്നുള്ളത്. പലപ്പോഴും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒഴിവാക്കാനുള്ള എന്തെങ്കിലും ടെക്നിക്കുകളുണ്ടോ? ഇന്ന് നമ്മൾ NLPയുടെ സഹായത്തോടു കൂടി എങ്ങനെ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒഴിവാക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നമ്മൾ NLPയിൽ ഉപയോഗിക്കുന്ന ഈ ഒരു ടെക്നിക്കിൻ്റെ പേരാണ് ചങ്കിങ് ടെക്നിക്ക് എന്നുള്ളത്. Then how we can use this chunking technique to eradicate or to uproot spelling mistake while you write English. Okay? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ചങ്കിങ് ടെക്നിക്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്ന അല്ലെങ്കിൽ അതിന് സാധ്യത ഉണ്ടാക്കുന്ന വാക്കുകളെ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അതിലധികമോ ആക്കിയിട്ട് അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അപ്പോളജൈസ് എന്നുള്ള വാക്ക് നമുക്ക് എടുക്കാം. ഈ ഒരു വാക്കിനെ നമ്മൾ ആദ്യമായിട്ട് രണ്ട് പാർട്ടായിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യണം. ഒന്നാമത്തെ പാർട്ട് അപ്പോളോ, രണ്ടാമത്തെ പാർട്ട് ജൈസ്. ഓക്കെ, അങ്ങനെ ഇതിനെ രണ്ടോ മൂന്നോ പാർട്ടുകളായി ബ്രേക്ക് ചെയ്തതിന് ശേഷം നാം കണ്ണടച്ചുകൊണ്ട് ആ പാർട്ട് ചെയ്ത വാക്കുകളെ നമ്മുടെ നെറ്റിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ആ വാക്കുകളെ സൂം ചെയ്ത് അതിന് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് കൊടുക്കുക. എന്നിട്ട് അതിനെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യുക, അത് മൂവ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ശേഷം നമ്മൾ രണ്ടാമത്തെ പാർട്ട് ചെയ്ത ബ്രേക്ക് ചെയ്ത വാക്കിനെയും കൊണ്ടുവരിക. അങ്ങനെ ഈ രണ്ട് വാക്കുകളെയും ഇതുപോലെ സൂം ചെയ്തതിന് ശേഷം ആ വാക്കുകൾ നമ്മൾ കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് അതിനെ ഒറ്റ വാക്കായിട്ട് നമ്മുടെ കൺമുമ്പിൽ സൂം ചെയ്ത് വളരെ ബ്രൈറ്റ് ആയിട്ട് കളേഴ്സ് എല്ലാം കൊടുത്ത് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ അതിനെ മൂവ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 100% guaranteed that you can't forget this word. So this is chunking technique that we use to avoid spelling mistake while you write English. Thank you for watching this video. Have a nice day. Speak Easy English Academy, the #1 English training center in India.